അശ്വം എന്നാൽ കുതിര, മേധസ് എന്നാൽ ശരീരം. ആകയാൽ തന്നെ അശ്വത്തെ ഹോമിച്ചുകൊണ്ട് അർപ്പിക്കുന്ന അഥവാ നടത്തപ്പെടുന്ന ദിവ്യകർമ്മമാകുന്നു അശ്വമേധം. യജുർവേദത്തിൻ്റെ കർമ്മകാണ്ഡമായ ശതപഥബ്രാഹ്മണത്തിൽ വിശദീകരിക്കുന്ന ഒന്നാകുന്നു അശ്വമേധം. ഒരു വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ കർമ്മമാകുന്നു ഇത്. യാഗാശ്വത്തെ ഒരു വർഷക്കാലത്തോളം ബന്ധനങ്ങളൊന്നും തന്നെ ഇല്ലാതെ വിഹരിക്കാൻ അനുവദിക്കുന്നു. അശ്വത്തെ അനുഗമിച്ചുകൊണ്ട് യുവരാജാക്കന്മാരോ രാജപ്രമുഖന്മാരോ മന്ത്രിമാരോ എന്നിവരാൽ നയിക്കപ്പെടുന്ന സൈനിക പട ഗമിക്കുന്നു. അശ്വം ഗമിക്കുന്ന ഇടമെല്ലാം അശ്വമേധം നടത്തിയ രാജ്യത്തിന് സ്വന്തമാകുന്നു. മറ്റു രാജ്യങ്ങൾ അതിനെ എതിർക്കുകയായെങ്കിൽ യുദ്ധം നടക്കുകയും യുദ്ധത്തിൽ വിജയിക്കുന്നവരാരാണോ ആ കൂട്ടർക്ക് ആ ഭൂമി സ്വന്തമാകുകയും ചെയ്യുന്നു. ഇവയ്ക്കെല്ലാം ശേഷം ഈ ആകാശം തിരിച്ചെത്തിയാൽ ആ അശ്വത്തെ ഉടൻ തന്നെ ഹോമിക്കുകയും ചെയ്യുന്നു. അശ്വമേധം നടത്തുവാൻ വേണ്ട ചടങ്ങുകൾ ഇപ്രകാരമാകുന്നു. യജ്ഞം നടത്തുന്ന രാജ്യത്ത് രാജാവ് യജ്ഞകവാടം നിർമ്മിക്കുകയും നടത്തിപ്പിനായി ബ്രാഹ്മണ പുരോഹിതന്മാരെ നിയമിക്കുകയും ചെയ്യുന്നു. ഈ ബ്രാഹ്മണ പുരോഹിതന്മാരെ ഋത്വിക്കുകൾ എന്ന് പറയുന്നു. ഋത്വിക്കുകൾ എന്നാൽ 4 തരം പുരോഹിതന്മാരടങ്ങുന്ന ഒരു കൂട്ടമാകുന്നു. അവർ യഥാക്രമം ഹോതാവ്, അധ്വരു, ബ്രാഹ്മൻ, ഉദ്ഗാതാവ് എന്നിങ്ങനെയാകുന്നു. ഇവരുടെ പ്രതിഫലവും വളരെ ഉയർന്നതാകുന്നു. 1000 പശുക്കൾ, 100 സ്വർണ്ണ നാണയങ്ങൾ എന്നിങ്ങനെ തുടങ്ങുന്നു അത്. അടുത്തതായി ആരാണോ യജ്ഞം നടത്തുന്നത് അദ്ദേഹമാകുന്നു യജമാനൻ. യജമാനനും അതായത് രാജാവും അദ്ദേഹത്തിൻ്റെ പത്നിമാർ അതായത് പട്ടമഹർഷി, വാവത, പരികൃത, പലാഗലി എന്നിവ എന്തെന്നാൽ പട്ടമഹർഷി എന്നാൽ മുഖ്യപത്നിയും മഹാറാണിയുമായവളാകുന്നു. വാവത എന്നാൽ പത്നിമാരിൽ ഏറ്റവും ഇഷ്ടമുള്ള പത്നിയാകുന്നു. പരികൃത എന്നാൽ അവഗണിക്കപ്പെടുന്ന പത്നിയാകുന്നു. പലാഗലി എന്നാൽ ശൂദ്രപത്നിയാകുന്നു. ഇവരെല്ലാവരും ശുദ്ധവൃത്തിയോടുകൂടി ഒരുമിച്ച് യാഗശാലയിൽ പ്രവേശിക്കുന്നു. അവരുടെ സമീപത്തായി പുരോഹിതന്മാരും പ്രമാണിമാരും മന്ത്രിമാരും ഹോമകുണ്ഡത്തിന് സമീപം ആസനസ്ഥനാകുന്നു. അടുത്തതായി യാഗാശ്വം. യാഗാശ്വത്തെ തിരഞ്ഞെടുക്കുന്നത് ലക്ഷണമൊത്ത ആൺകുതിരയെ ആകുന്നു. അവയ്ക്ക് ശേഷം യാഗാശ്വമായി തിരഞ്ഞെടുത്ത അശ്വത്തെ യജ്ഞശാലയിൽ ആനയിക്കുന്നു. മന്ത്രോച്ചാരണത്താലും ആഹൂതികളാലും നിറയുന്നു അന്തരീക്ഷമാകെ. അശ്വത്തെ പാലായനത്തിനായി സ്വതന്ത്രമാക്കുവാൻ അനുവദിക്കുന്നു. അശ്വത്തെ പട നയിച്ചുകൊണ്ട് അകമ്പടി സേവിച്ചുകൊണ്ട് പടയോട്ടം നടത്തുന്നു. മഹാഭാരതത്തിൽ കുരുക്ഷേത്രം കഴിഞ്ഞ് യുധിഷ്ഠിരൻ അശ്വമേധം നടത്തുന്നു. അശ്വത്തെ പിന്തുടർന്ന് പട നയിച്ചത് അർജുനനുമാകുന്നു. മഹാഭാരത കാലഘട്ടത്തിന് മുൻപും രാജാക്കന്മാർ അശ്വമേധം നടത്തിയിരുന്നു. പിന്നിങ്ങോട്ട് മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധിപനായ പുഷ്യാമിത്ര ശുംഗനും സമുദ്രഗുപ്ത മൗര്യനും എന്നിങ്ങനെ തുടങ്ങുന്ന ധാരാളം രാജാക്കന്മാർ അശ്വമേധം നടത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു.